കേരളത്തിൽ യു ഡി എഫിൻ്റെ വിജയത്തിന് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നായിരുന്നു യു ഡി എഫ് മുമ്പോട്ട് വെച്ച അവരുടെ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട 5 വാഗ്ദാനങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടീസ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി നേരിട്ട് വന്ന് അവതരിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ. അതിലൊന്നാണ് സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, വിദ്യാർത്ഥിനികൾക്ക് കോളേജിൽ ഫിനാൻഷ്യൽ എയ്ഡ് 1000 രൂപ വെച്ചുകൊണ്ട് മാസം കൊടുക്കുന്ന രണ്ടാമത്തെ പരിപാടി. മൂന്നാമത്തെ, നിലവിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ എന്നുള്ളത് 3000-ലോട്ട് എത്തിക്കുന്നുള്ളത് മൂന്നാമത്തെ സാധനം. നാലാമത്തെ, ഹെൽത്ത് ഇൻഷുറൻസ്, ഓരോ വ്യക്തിക്കും 25 ലക്ഷം കവർ ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ള സാധനം. അഞ്ചാമത്തെ, പലിശരഹിത വായ്പ. അപ്പം ഈ 5 എണ്ണമായിരുന്നു പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധി മുമ്പോട്ട് വെച്ച ഇലക്ഷൻ മാനിഫെസ്റ്റോയിലെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽപ്പെട്ട 5 വാഗ്ദാനങ്ങൾ. ഇപ്പം ജയിച്ചു, 102ഓളം സീറ്റുമായിട്ട് യു ഡി എഫ് നിൽക്കുന്നു. ദിവസങ്ങൾ കുറേ കഴിഞ്ഞു പോയി, ഒരൊറ്റ വാഗ്ദാനം ഇന്നേ വരെ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന സമയം വരെ പാലിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇതിൽ ഒറ്റ കാര്യത്തിൽ പ്രതിഷേധമുള്ളൂ. സ്വന്തം അമ്മയെ മുക്കിക്കൊല്ലാൻ, ഒരു വഞ്ചകിയായിട്ട് മുക്കിക്കൊല്ലാൻ തയ്യാറായ ഒരു മകൻ്റെ കഥ, അതായത് രാഹുൽ ഗാന്ധിയുടെ കഥ. ഇന്ദിരയുടെ പേര് അതിനിടരുത്. ഇന്ദിരാഗാന്ധിയുടെ പേര് യാതൊരു കാരണവശാലും ഇന്ദിരാഗാന്ധി ബാംഗ്ലാദേശികരണം, പൊക്കാറിന് ആണവ പരീക്ഷണം, അങ്ങനെ പല കാര്യങ്ങളിൽ വ്യത്യസ്തമായി ഇന്ത്യയുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചാണ്. ആ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു മുഖ്യമന്ത്രിയെ പോലും തീരുമാനിക്കാൻ പറ്റാത്ത ഒരു സംഘടനയ്ക്ക് ഇന്ദിരാഗാന്ധിയുടെ പേര് ദുരുപയോഗം ചെയ്യാൻ പാടില്ല ശരിക്കും, ആര് കാരണമാണെങ്കിലും. ഇനി വേറൊരു വശം, ഇപ്പം എൻ്റെ കൺസേൺ, അതായത് നാളെ തൊട്ട് ഇവിടെ സൗജന്യ യാത്രയുണ്ട് എന്ന് കരുതി ജീവിക്കുന്ന, അല്ലെ പ്രതീക്ഷിക്കുന്ന ഒരു സ്ത്രീ തൊഴിലാളി, അല്ലെ എന്താരും ആയിക്കോട്ടെ, അപ്പോൾ അവരുടെ പ്രതീക്ഷ ഈ 10 ദിവസം കഴിഞ്ഞ് ഇനി ചിന്തിക്കാൻ തുടങ്ങുള്ളൂ അതിനെപ്പറ്റി. ഈ 10 ദിവസം താമസിപ്പിച്ചതാരാ? മന്ത്രിസഭ ഉണ്ടായിരുന്നെങ്കിൽ മറ്റെല്ലാ ഭരണത്തിൻ്റെ മന്ത്രിസഭ വരിക എന്നുള്ള ഗുണം മാത്രമേ ഉള്ളൂ. ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് താമസിപ്പിച്ചത്. ഏതാണ് മുഖ്യമന്ത്രിയായിട്ട് അത്ഭുതം കാണിക്കാൻ പറ്റുന്ന മുഖ്യമന്ത്രിമാർ ഇതിൻ്റെ അകത്ത് ഏതാ ഉള്ളത്? അത്ഭുതം മാജിക്കുണ്ടോ? മാജിക്കുള്ള മുഖ്യമന്ത്രിയാണ് പണ്ട് എങ്ങനെ മുഖ്യമന്ത്രി ആയന്. ഈ മാജിക്കില്ല. അപ്പോൾ ഇത് താമസിപ്പിച്ചതിന് ആരാ ഉത്തരം പറയുന്നത്? നഷ്ടം കൂടെ നോക്കാം. അതിൻ്റെ അകത്ത് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട്. ഗവൺമെൻറ് കൊണ്ട് മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനം എടുത്ത് ഗവൺമെൻറ് ഓർഡർ കൊണ്ട് നടപ്പാക്കാൻ പറ്റുന്ന കാര്യം. പിന്നെ അതിൻ്റെ ഫണ്ട് അറേഞ്ച് ചെയ്യുക. ഫണ്ട് അറേഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ച് മുമ്പേ തന്നെ അവർ ആലോചിച്ചിരിക്കണം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് പറയുമല്ലോ. അല്ലെങ്കിൽ അതാണ് ഇന്ദിരാഗാന്ധിയുടെ പേര് അവിടെ ദുരുപയോഗം ചെയ്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ, പ്രവർത്തകരല്ല, നേതൃത്വം പെരുമാറിയിരിക്കുന്നത്. ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത്, അനുഭവത്തിൻ്റെ എടുക്കുമ്പോൾ ഈ MLA-മാർ നാളെ ഫേസ് ചെയ്യേണ്ടത് ഹൈക്കമാൻഡിനെ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ അല്ല, മറ്റേ ദീപാദാസ് മുൻഷിയല്ല, അജയ് മാക്കനെയല്ല, മുകുൾ വാസിക്കിനെയല്ല, മറിച്ച് ഇവർ ഫേസ് ചെയ്യേണ്ടത് സ്വന്തം നിയോജകമണ്ഡലത്തിൽ തങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വോട്ട് ചെയ്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തെറി അടിയും മേടിച്ച് വോട്ട് ചെയ്ത വോട്ടർമാരുണ്ട്, പ്രവർത്തകരുണ്ട്. ഇവരോട് എന്ത് സമാധാനം പറയും? ആര് സമാധാനം പറയും? വേണുഗോപാലിന് മുഖ്യമന്ത്രി ആകാനാണ് ആഗ്രഹമെങ്കിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമായിരുന്നു. കാരണം വേണു ചോദിച്ചാൽ മത്സരിക്കാൻ സീറ്റ് കൊടുക്കും. അത്രയും സർവ്വശക്തനല്ലേ. ഹൈക്കമാൻഡ് ആ തീരുമാനങ്ങൾ മാറ്റിയാൽ മതി, 1-2 പേർക്ക് മത്സരിക്കാനുള്ള അവസരം. വേണുഗോപാലോട് മത്സരിച്ചോട്ടെ. അപ്പോൾ പറയുകയും ചെയ്യാം വേണുഗോപാലിനെ മുഖ്യമന്ത്രി ആക്കിയേക്കാം. അത്രയ്ക്ക് ഒളിച്ച് പറയേണ്ട കാര്യമാണോ മുഖ്യമന്ത്രി സ്ഥാനം? വേണുഗോപാലിനെ പോലെ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന്, അതോ അപ്പോൾ തന്നെ ഹൈക്കമാൻഡിന് അറിയാമായിരുന്നോ തമ്മിത്തല്ലുണ്ടാകുമെന്ന്? ഹൈക്കമാൻഡിനെ വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായിട്ട് പ്രൊജക്റ്റ് ചെയ്താൽ തമ്മിത്തല്ലുണ്ടാകുമെന്ന് അന്നേ ഹൈക്കമാൻഡിന് അറിയാമായിരുന്നെങ്കിൽ ഇയാളെ കൊണ്ട് നടക്കാൻ പാടില്ല. അല്ല, KC വേണുഗോപാലിന് മുമ്പ് ഒരു പത്രത്തിൽ കൊടുത്തതിൽ പറയുന്നുണ്ട്, എനിക്കൊരിക്കലും ഇങ്ങനത്തെ മുഖ്യമന്ത്രി കാഴ്ചപ്പാടോ അതിനുവേണ്ടി ആക്രാന്തം കൂട്ടുന്ന ആളോ കടിപിടി വീട്ടുന്ന ആളോ ഒന്നുമല്ല ഞാൻ. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പാർട്ടി വിജയത്തിലോട്ട് എത്തിക്കുക എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നത് എന്നുള്ളത്. അത് നാരായണപുരം തന്നെ കഥയുണ്ട്. പാറക്കല്ല് ഉരുട്ടിക്കെട്ടി മുകളിലേക്ക് കയറ്റും. വേണുഗോപാൽ ആ റോളാണ്. എന്നാൽ അത്ര ബുദ്ധിയില്ല, കല്ലുരുട്ടി കയറ്റാനറിയാം. എന്നിട്ട് അയാൾ വിജയിക്കുകയാണ്. അയാളുടെ ലക്ഷ്യം അവിടെ മുകളിൽ ചെന്ന് കഴിഞ്ഞ് കല്ല് താവട്ടിടും. കോൺഗ്രസിനെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കി കൊടുത്തിട്ട് വേണുഗോപാലൊക്കെ നാരായണപുരത്തിനേക്കാൾ മോശമായിട്ട് പാറക്കല്ല് താവട്ടിടുകയല്ലേ. ആലോചിച്ചോക്ക്. ഇത്രയും ലക്ഷക്കണക്കിന് കോടാനുകൂടി കേരളത്തിലും മനുഷ്യസ്നേഹികളും ജനാധിപത്യ വിശ്വാസികളും ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയം പോലും നോക്കാതെ, CPM ആണോ BJP ആണെന്ന് പോലും നോക്കാതെ ഇവരെ ജയിപ്പിച്ചെന്തിനാ? ഒരു പ്രതീക്ഷ ഇവർക്ക് കൊടുത്തു. ഈ പ്രതീക്ഷ ആരാ കൊടുത്തത്? പ്രതീക്ഷ കൊടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ നേതാക്കന്മാർ മാത്രമല്ല, അതിൽ VD സതീശൻ പ്രതീക്ഷ കൊടുത്ത ആളാണ്.
പ്രതീക്ഷ കൊടുത്ത് വി ഡി സതീശൻ്റെ ഓരോ വാക്കുകളും വളരെ ഗൗരവത്തോടെ ജനങ്ങൾ സ്വീകരിച്ചു. ആ ഗൗരവത്തിൽ ഇവർക്ക് വേണുഗോപാലിന് അങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റാതെ വന്നെന്തി? വേണുഗോപാലിന് ഒരു കാര്യം പറയാൻ പറ്റാതെ വന്നെന്തി? രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റാത്ത വന്നെന്തി? ഉറപ്പ് കൊടുക്കാൻ പറ്റാത്ത എന്തി? സതീശൻ 100 അല്ലെ 110 സീറ്റ് ജയിക്കുമെന്ന് പറയുക, അതെങ്ങനെ പറയും? ഇല്ലെങ്കിൽ വനവാസത്തിന് സ്വയം സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്. ഇവരെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ? 2021 രമേശ് ചെന്നിത്തല വനവാസത്തിന് പോകേണ്ടതായിരുന്നു. രമേശ് ചെന്നിത്തല തോറ്റപ്പോൾ സാഹചര്യം കോവിഡിനെയൊക്കെ പറയാം, കുറ്റപ്പെടുത്താൻ കാരണങ്ങൾ ന്യായീകരണങ്ങൾ കണ്ടുപിടിക്കും. CPM ന്യായീകരണം കണ്ടുപിടിക്കുന്നുണ്ട്. അതുപോലെ കോവിഡിൻ്റെ ന്യായീകരണം പറഞ്ഞാൽ എത്ര കാലം രക്ഷപ്പെടും രമേശ് ചെന്നിത്തല? അന്ന് വേണുഗോപാലൊക്കെ ഉണ്ടല്ലോ, നേതാക്കന്മാരുണ്ടല്ലോ, എന്ത് ജയിക്കാത്ത? അന്ന് 46 MLA-മാരുണ്ടായിരുന്നത് പിന്നീട് 41 ചുരുങ്ങായത്. അപ്പോൾ എന്ത് കാര്യം എന്ത്? അതിൻ്റെ അർത്ഥം സ്വന്തം കഴിവില്ലായ്മ തിരിച്ചറിയാൻ ഇവർക്ക് കഴിയുന്നില്ല. വേണുഗോപാൽ വിചാരിക്കുന്ന ഹൈക്കമാൻഡ് മെമ്പറാണ്. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കാണുന്നത് ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയും കണ്ട ഹൈക്കമാൻഡ് അല്ല ഈ ഹൈക്കമാൻഡ്. ലോ കമാൻഡ് എന്നിട്ടാലും പോലും ശരിയാകില്ല. തറ കമാൻഡാണ്, ഏറ്റവും തറ കമാൻഡാണ് ഇവർ. ലോ കമാൻഡ് എന്നിട്ടൊന്നും ശരിയാകില്ല. ഒരു കമാൻഡും ഇല്ല ഇവർക്ക്. ഒരു കമാൻഡുണ്ട്, പണ്ടേ വേണുഗോപാൽ മുഖ്യമന്ത്രിയാണ്. അത്ര ചങ്കുറപ്പുള്ള രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ സോണിയാഗാന്ധിക്കോ ഹൈക്കമാൻഡിന് ചങ്കുറപ്പുണ്ടായിരുന്നെങ്കിൽ ഇത്രയും വെച്ച് താമസിപ്പിക്കുന്നത് എന്തിനാന്നേ? ഇവിടുത്തെ കുറേ വി ഡി സതീശൻ പറഞ്ഞത് വെച്ച് താമസിപ്പിക്കുകയാണ്. അല്ലെ ആർക്കും വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. പിന്നെ എന്തിനാണ് വെച്ച് താമസിപ്പിച്ചേ? സതീശനോട് പോടാ പുല്ലെന്ന് പറയണം. അതിനുള്ള തൻ്റെ ഇടം കാണിക്കാത്ത എന്താ? അതിൻ്റെ അർത്ഥം ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഇവരെ വിജയിപ്പിച്ചിരിക്കുന്ന ജനങ്ങളാണ്. ആ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. അത് കാണാത്തടത്തോളം കാലം, അത് കണ്ടിട്ട് ആ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് കാണാത്തടത്തോളം കാലം ഇവർക്ക് മിണ്ടാൻ പറ്റില്ല. ഒരു കഥ അതിൻ്റെ അവസാനിപ്പിക്കാൻ ഒരു കഥയും കൂടെ പറയാം. ഒരു 2 പേര് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി അന്വേഷിച്ച് നടക്കുകയാണ്. അവസാനം ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു, ഈ വഴി കൂടെ പോയാൽ മതി. സ്വർഗത്തിൻ്റെ കവാടം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര അലങ്കാരങ്ങൾ, ആർഭാടങ്ങൾ, ഹോട്ടലുകൾ, എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിക്കത്തക്ക രീതിയിലുള്ള വഴിയാണ് മുമ്പോട്ട്. അപ്പോൾ പിന്നെയും പോകണം, സ്വർഗത്തിലേക്ക് പോകണം, പിന്നെയും കിലോമീറ്ററുകൾ പോകണം. ഇവർ പറഞ്ഞ അവസാനം പറഞ്ഞു, ഞങ്ങൾക്ക് അവിടം വരെ ഒന്നും പോകണ്ട, ഈ സുഖമൊക്കെ ധാരാളം, ഈ സുഖം എല്ലാം ധാരാളം, ഞങ്ങളിവിടെ കഴിഞ്ഞോളാം, ഇതാണ് ഞങ്ങളുടെ സ്വർഗം എന്ന് പറഞ്ഞ് ഇവരെല്ലാം ഈ കൊളനാടൻ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇവിടെ തങ്ങുകയാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാറ്റ് വന്നു. സ്വർഗത്തിൻ്റെ എല്ലാം പോയി, ആടയാഭരണങ്ങൾ പോയി. അത് കൊടും വനമായി, കൊടും വരൾച്ചയായി, കൊടും തീപിടുത്തങ്ങളായി, വന്യമൃഗങ്ങളുടെ ശല്യം. യഥാർത്ഥത്തിൽ നരകത്തിൻ്റെ തുടക്കമായിരുന്നത്. ഇവരവിടെ നിന്ന് നരകത്തിലെ ആർഭാടം കണ്ട് മോഹിച്ച് ഇവരവിടെ നിന്നു. അവർ മുമ്പോട്ട് വരുന്ന സ്വർഗത്തിലെത്തുമായിരുന്നു. പക്ഷെ മറിച്ച് അത് ചെയ്തില്ല ഇവർ. അതിന് പകരം ഈ നരകത്തിൻ്റെ ആ മൂടി കണ്ട്, പ്രൗഢി കണ്ട് അതിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അവസ്ഥയാണ് ജനങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ നരകം എന്താണെന്ന് ഇവരറിയാൻ പോവാണ്. ഇവർക്ക് സ്വർഗം കിട്ടിയിട്ടില്ല. ജനങ്ങളുടെ വിശ്വാസങ്ങളാണ് അവരുടെ സ്വർഗം. ആ സ്വർഗം നശിപ്പിച്ചവരും. ആ സ്വർഗം വേണ്ടാന്ന് പറഞ്ഞു. വേണുഗോപാലിൻ്റെ നരകം മതി എന്ന് പറഞ്ഞു. കോൺഗ്രസിനെ ഇല്ലാതാക്കുന്ന കളികൾ മതി എന്ന് പറഞ്ഞു. ആ കളികൾക്ക് കൂട്ടുനിൽക്കാണ് ഇവർ. ആ മഹാപാപത്തിന് ഇതിനാരും ഉത്തരം പറയും? വേണുഗോപാലോ ഹൈക്കമാൻഡോ രാഹുൽ ഗാന്ധി ആരെങ്കിലും ആട്ടെ. സൗത്ത് ഇന്ത്യയിൽ കോൺഗ്രസ് ജനാധിപത്യപരമായി മത്സരിച്ച് ജയിക്കുന്ന സ്ഥലം ഇതാണ്. ഇവിടെയും കൊണ്ട് ഹൈക്കമാൻഡ് മഹാരാഷ്ട്രയിൽ ചെയ്ത പോലെ, ഉത്തർപ്രദേശ് ചെയ്ത പോലെ, കർണാടകത്തിൽ ചെയ്ത പോലെ, ബംഗാളിൽ ചെയ്ത പോലെ മമതയൊക്കെ കോൺഗ്രസിൽ നിന്ന് പറിച്ചെറിഞ്ഞതാണ്. അപ്പോൾ അതാണ് കോൺഗ്രസിൻ്റെ ആ ഹൈക്കമാൻഡ് പാരമ്പര്യം കേരളത്തിലും ചിലവാക്കാൻ നോക്കുകയാണ് ഇവർ. ഗുലാം നബി ആസാദ്, തലമുതിർന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. അവർക്കൊന്നും സാധിച്ചിട്ടില്ല. കേരളത്തിൽ എങ്ങനെ ഏറ്റവും ദയനീയമായി തകർന്നു പോയ കേരളത്തിൽ DCC ബൂത്ത് കമ്മിറ്റി പോലും പുനഃസംഘടിപ്പിക്കാൻ സമ്മതിക്കാത്ത രമേശ് ചെന്നിത്തല പോലെ പേരെടുത്ത് പറയാം. ബൂത്ത് കമ്മിറ്റി ഉടനെ നിർത്തി. സുധാകരനും സതീശനും കൂടെ ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. അതുകൂടെ ഉണ്ടായിരുന്ന 140 സീറ്റും ജയിക്കുമായിരുന്നു. ആ രീതിയിലേക്ക് സംഘടനാ സംവിധാനം വന്നപ്പോൾ ഉടനെ പാർലമെന്റ് ഇലക്ഷൻ വരുന്നത് നിർത്തിവെക്കണം എന്ന് പറഞ്ഞാൽ വാദിച്ചവരുണ്ട് ഇവിടെ. അവരൊക്കെ കൂടെ ചേർന്നാണ് ഈ സംഘടന നശിപ്പിക്കുന്നത്. അവർ തന്നെയാണ് അധികാര സ്ഥാനങ്ങളെ വീതം വയ്ക്കാൻ ശ്രമിക്കുന്നത്. അത് നിലനിൽക്കുന്നിടത്തോളം കാലം കോൺഗ്രസിൻ്റെ ഗതി അധോഗതിയാകും. അല്ലെങ്കിൽ എല്ലാ തെറ്റും തിരുത്തി സതീശനാക്കാത്തതിലല്ല, സതീശനോട് ഇത്രയും ദിവസം താമസിപ്പിച്ചതിൽ കേരളത്തിലെ ജനങ്ങളോട് പരസ്യമായിട്ട് മാപ്പ് പറയാൻ ആദ്യത്തെ വില്ലൻ രാഹുൽ ഗാന്ധി തയ്യാറാകണം. 2ാം നമ്പർ വില്ലൻ KC വേണുഗോപാൽ തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. പിന്നെ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ ജയിച്ചും റോഡ് ഷോ അനുയായികൾ പറഞ്ഞ പോലെ പാർട്ടി പ്രവർത്തകരും ലീഗുകാരും കോൺഗ്രസ്സുകാരൊക്കെ പ്രോഗ്രാം നിർത്തലാക്കി. അപ്പോൾ സന്ദീപ് വാര്യരുടെ റോഡ് ഷോ മുഴുവനായിട്ട് ക്യാൻസലാകുന്നു.
അതേപോലെ ബെന്നി ബെഹനാന് ഒരു സ്വകാര്യ കല്യാണത്തിന് പോകുന്ന വഴിക്ക് ആൾക്കാർ പ്രവർത്തകർ കോൺഗ്രസ്സുകാർ തടഞ്ഞു നിർത്തുന്നു. എന്നിട്ട് ബെന്നി ബെഹനാനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. അഭിജിത്ത് KM അഭിജിത്ത്. അപ്പോൾ ഇത് മാത്രമല്ല, പല കോൺഗ്രസ് നേതാക്കന്മാരും ഈ സെയിം പ്രശ്നം നേരിടുന്നുണ്ട്. നരകത്തിൽ. അപ്പം ഇത്തരത്തിൽ അനുയായികൾ വേറൊരു ഭാഗത്തും നേതാക്കന്മാർ വേറൊരു ഭാഗത്തും അല്ലേ അപ്പം ഈ ഒരു സാധനം കിടക്കുന്നപ്പോൾ നിലവിൽ ഇവർ KC വേണുഗോപാലിൻ്റെ മനസ്സിലിരിപ്പ് ഇപ്പം ഞാൻ വ്യക്തമായിട്ട് എനിക്ക് ആ മനസ്സ് വായിക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയും MLA മാരെയും കോളനാടൻ ഉൾപ്പെടെയുള്ളവരെ എനിക്ക് വശീകരിക്കാൻ പറ്റുമെങ്കിൽ, സപ്പോർട്ടൊന്നുമില്ല, വശീകരിക്കാനും സ്വാധീനിക്കാനും പറ്റുമെങ്കിൽ ഈ മണ്ണാങ്കട്ട കുറേ വോട്ടർമാരെ സ്വാധീനിക്കാനാണോ പ്രയാസം? പണ്ട് CPM-കാർ കിറ്റ് കൊടുത്ത് സ്വാധീനിച്ച പോലെ എന്നെങ്കിലും ചപ്പടാ വിദ്യയുമായി വന്ന് അധികാരത്തിൽ കയറിയാൽ ഇത് രക്ഷപ്പെടും എന്ന് ഉള്ള ധാരണയിലാണ് ഇവർ ചെയ്യുന്നത്. ജനങ്ങളെ കളിപ്പിക്കാം എന്നുള്ള ധാരണയുള്ള വിടുന്നത്. ഇനി ഇവർക്ക് എത്ര ദൂരം മുമ്പോട്ട് പോകാൻ പറ്റുമെന്നുള്ള വിചാരം ഇപ്പോൾ വീണ്ടും ആലോചിക്കുക. നിങ്ങളിത് പറഞ്ഞല്ലോ, MLA മാരോട് ചോദിക്കേണ്ട ചോദ്യം അത് മാത്രമല്ല. ഇവരിതുവരെ ശബരിമല കൊള്ളയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ? വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടോ? എന്തിന് ഇന്ത്യയിലെ നീറ്റ് പരീക്ഷ ക്യാൻസലായിട്ട് ഇവിടുത്തെ KSUക്കാരനും യൂത്ത് കോൺഗ്രസ്സുകാരനും എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ഇത്രയും ഗൗരവമായി കേരളത്തിലെ അല്ല ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും വഞ്ചിച്ച് ചതിച്ച മൂടിക്കിട്ട് കൊടുക്കാൻ കിട്ടുന്ന ആദ്യത്തെ അടിയിൽ ഇവർക്ക് ഒരടി വയ്ക്കാൻ നമുക്ക് പറ്റുമോ? അവരപ്പം KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായ അഭിപ്രായം കൊണ്ട് നടക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഈ നേതാക്കന്മാരുടെ കാലിൽ നിൽക്കുന്ന സ്വഭാവമുള്ള വേറെ അവർ സൃഷ്ടിക്കുന്ന നേതാക്കന്മാർ അങ്ങനെയായിരിക്കും. ഇതൊരു ചെയിനായത്. എൻ്റെ കാലിൽ നിൽക്കുക ഇവിടുത്തെ ഞാൻ നേതാവാക്കി കഴിഞ്ഞാൽ അവൻ്റെ കാലിൽ നിൽക്കുന്നവരാണ് നിയമിക്കുന്നത്. ആ രീതിയിൽ ഇത് വന്ന് പെട്ടിയുമട്ട് ചുമപ്പുകാരുടെ മാത്രം കോൺഗ്രസ്സായിട്ട് ഇത് മാറ്റുക, KSU ആയിട്ട് ഇത് മാറ്റുക, യൂത്ത് കോൺഗ്രസ്സായിട്ട് ഇത് മാറ്റുക, മഹിളാ കോൺഗ്രസ്സായിട്ട് ഇത് മാറ്റുക. മിടുക്കന്മാരും അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇതിൻ്റെ അകത്ത് മുക്കിക്കൊല്ലുക. കാരണം നിയന്ത്രണം അവരുടെ ഇല്ല. നാളെ നിങ്ങൾക്ക് ഇതിനകത്ത് മന്ത്രിയാകണമെങ്കിൽ വേണുപോലെ കനിയണം. എൻ്റെ കൂടെ വന്നാലും നിനക്ക് നാളെ മന്ത്രിയാകാൻ പറ്റുള്ളൂ, നാളെ പാർലമെൻറ്റ് മെമ്പറാകാൻ പറ്റുള്ളൂ. ഷാഫിയോട് പോലെ നാളെ നിന്നെ KPCC പ്രസിഡൻറ്റോ സീനിയർ വൈസ് പ്രസിഡൻ്റ് ആകണമെങ്കിൽ ഞാൻ വേണം. ഇപ്പോൾ ഷാഫി പറമ്പിൽ പോലും വിലക്കെടുക്കാൻ പറ്റുമെങ്കിൽ വിലക്കെടുക്കുക എന്നുള്ള വാഹനങ്ങളല്ല വശീകരിക്കാൻ പറ്റുമെങ്കിൽ അധികാരത്തിൻ്റെ സ്വാധീനം, പണത്തിൻ്റെ സ്വാധീനം, സമ്പത്തിൻ്റെ സ്വാധീനം എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കണം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ പുറത്തുണ്ടാക്കി വെച്ച സോഷ്യൽ മീഡിയ PR-ൻ്റെ ഇമേജ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പല കാര്യങ്ങളും മുസ്ലിങ്ങൾ നമുക്കറിയാം, ഷാഫി പറമ്പിൽ ഒരു മൈനോറിറ്റി വിഭാഗത്തിന് പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള പല ആൾക്കാർ പച്ചക്ക് മലബാറിനെ കുറിച്ചും മലപ്പുറത്തെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും സതീശനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു. അതെ, എന്താ പറയുക, ഇവിടുത്തെ നല്ലൊരു ശതമാനം സംവരണം എടുക്കുന്നത് മുസ്ലിം വിഭാഗമാണ് തുറന്നു പറഞ്ഞ ആളാണ് ഈ പറയപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ. അപ്പം ഇതിനെതിരെ മിണ്ടേണ്ട ഒരാളാണ് ഈ പറയപ്പെട്ട പോലെ ഷാഫി പറമ്പിൽ. ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ഷാഫി പറമ്പിൽ മിണ്ടിയിട്ടില്ല. ഷാഫി പറമ്പിൽ എപ്പോഴും കംഫേർട്ട് സോൺ മാത്രം പിടിച്ചു നിൽക്കും. തനിക്ക് കിട്ടുന്ന വോട്ട് ഇതാക്കണ്ട എന്നുള്ള സാധനത്തിൽ. എന്നാൽ സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിനിങ്ങും നല്ല ഇമേജ് സ്റ്റാറും സിനിമ പറ്റിയ വേഷത്തിൽ നടക്കുന്ന ഒരാളാണ് ഞാൻ. ഈ അഭിപ്രായം ഇല്ലാത്തവരുണ്ട്, ആരെയും മണക്കാത്ത മാന്യന്മാരെന്നാണ് പറയുന്നത്. അതെ, അവരൊരു കാര്യത്തിൽ ഏക്കാരനൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. വലിയ തത്വങ്ങൾ പറയും, എന്നാൽ സജീവമായിട്ടൊരു ആക്ട് എടുക്കില്ല. അപ്പോൾ ആന്റണി ഏക്കാരന് നാളെ പരസ്യമായിട്ട് പറയണം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകേണ്ട സതീശനാണ്, അങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളെ ചിന്തിക്കുന്നത്. ഈ ജനവികാരം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുത്തിന് നേതാവെന്ന് പറയാൻ പറ്റുമോ? ഈ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാത്ത ഒരുത്തനെ എങ്ങനെ നേതാവെന്ന് പറയാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അതും ആ ജനവികാരം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് സംഘടന ഇനി തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇരട്ടി പാടാം. ഇവർ സതീശൻ്റെ കാലം വേണ്ടി വരും. 2 ബൈ ഇലക്ഷനോ ഏതെങ്കിലും 2-3 ഇലക്ഷൻ ഇവിടെ കഴിയിട്ട് അപ്പോൾ അറിയാം VD സതീശൻ തൽക്കാലം മാറി കോൺഗ്രസിൻ്റെ പ്രചരണ രംഗത്തോ പത്ര വീക്ഷണത്തിലോ ജയ്ഹിന്ദിലോ മാത്രം നിൽക്കുക. സതീശൻ്റെ കാലം പിന്നെ വിളിച്ചുകൊണ്ട് വരേണ്ടി വരും. ഇന്ന് മരിക്കാൻ കിടന്ന കോൺഗ്രസ് പ്രവർത്തകനെ അവരെ ആവേശം കൊള്ളിച്ച് വഴിയിലിറക്കിയിട്ടുണ്ടെങ്കിൽ, ബൂത്തുകളിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, വോട്ട് ചെയ്യാൻ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ VD സതീശനാണ്. ഷാഫിക്ക് പങ്കില്ലെന്ന് പറയുന്നില്ല. VD സതീശൻ കഴിഞ്ഞാൽ ജനങ്ങളെ മൊബലൈസ് ചെയ്ത് ഷാഫിയാണ്. ഇവരാരെ ഇപ്പോൾ KV തോമസ് പോയെന്ന് പറഞ്ഞാൽ ഇവരെ വേണുഗോപാൽ പോയി എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്? ഒന്നും സംഭവിക്കില്ല. അത് വേണുഗോപാലിൻ്റെ ഒരു ധാരണ കാണും, ഞാൻ ഇത്രയും വലിയ നേതാവാണ്, രാഹുൽ ഗാന്ധിയുടെ ഓമന പുത്രനാണ്, ഒന്നും നടക്കുകയില്ല. അത് സത്യമാണത്. വേണുഗോപാൽ ജയിച്ചിട്ടുണ്ട്, ഭരണവിരുദ്ധ വികാരത്തിലാണ് ജയിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജയിച്ച ചരിത്രം പറയും, ജയിക്കുമ്പോഴെല്ലാം സാഹചര്യങ്ങളുണ്ട്. എന്ത് അതിനു മുമ്പ് 2021 2019 മത്സരിക്കാൻ പോകായിരുന്നു. ഒരു സീറ്റ് ഷാനിമോളിൽ നിർത്തി ആ സീറ്റ് കളഞ്ഞില്ല. അല്ലെ മുഴുവൻ സീറ്റ് 20 സീറ്റും കോൺഗ്രസ് ജയിക്കില്ലായിരുന്നു. ആ ഒരു സീറ്റ് എങ്ങനെ പോയത്? വേണുഗോപാൽ മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞു. ആ മത്സര രംഗത്ത് ഒളിച്ചുകൂടി എന്നല്ല പറയുന്നത്. എനിക്ക് വേണ്ട ത്യാഗം
പക്ഷേ ഇപ്പോൾ എല്ലാം കൂടെ വേണം ത്യാഗം. ത്യാഗം എല്ലാം വിറ്റ് മൊത്തം ഒരു ത്രാസിൽ കൊണ്ടുവച്ച് വില പറയുകയാണ്. ഞാൻ ദേ ത്യാഗം ചെയ്തിട്ടുണ്ട്, ഞാൻ രാജീവ് ഗാന്ധിക്ക് വേണ്ടി ഇത്ര കിലോ പെട്ടി അവിടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ടുണ്ട്, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്, എൻ്റെ ത്യാഗ. ഞാൻ ദേ കർണാടകത്തിൽ ആന്ധ്രയിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കിയിട്ടുണ്ട്, തമിഴ്നാട്ടിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കിയിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇതാണ് വേണുഗോപാലിൻ്റെ ത്യാഗസമ്പന്നമായ രാഷ്ട്രീയ ചരിത്രം. ഇതിനെ നമ്മൾ അംഗീകരിക്കണം.